കഴിഞ്ഞ 100 വർഷമായി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വർഗീയ സംഘർഷത്തിന് ശ്രമിച്ചിട്ടുള്ള സംഘടന എന്ന് പറയുന്ന RSS ആണ്. അവർ പറയുന്നത് ഞങ്ങൾ മതസംഘടനയല്ല, രാഷ്ട്രീയ സംഘടനയല്ല, സാംസ്കാരിക സംഘടനയാണ് എന്ന്. ഇപ്പം എല്ലാവരും അങ്ങനെയാണ് പറയുക, സാംസ്കാരിക സംഘടനയാണ്. പ്രിയങ്ക് ഖാർഗെക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. ഞങ്ങളോട് ചോദിക്കാൻ ആര്? അതെന്താ അങ്ങനെ? ഇവിടെ ബാക്കിയുള്ള സാംസ്കാരിക മത വിശ്വാസ സംഘടനകൾക്കൊക്കെ ഉള്ളതിനപ്പുറത്തേക്ക് എന്തു പ്രാധാന്യമാണ് RSSനുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ തെറ്റല്ലേ? അതിന് പറഞ്ഞ മറുപടിയാണ് ഏറ്റവും ഞെട്ടിക്കുന്നൊരു മറുപടി. ഇവിടുത്തെ ദളിത് ആദിവാസി നേതാക്കളൊക്കെ കേൾക്കേണ്ടതാണ്. ഒരു പട്ടികജാതിക്കാരൻ എന്താ RSSൽ കാര്യം? ഇവിടെ നായാടി മുതൽ നമ്പൂതിരി വരെ കൂട്ടിച്ചേർത്ത് സംഘപരിവാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പട്ടികജാതിക്കാരനതിൽ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പിന്നെ ആർക്കായാലും കാര്യം? ദ്രൗപദി മുർമുവിനെ നിങ്ങൾക്ക് രാഷ്ട്രപതിയാക്കാം, പക്ഷേ RSSന്റെ തലപ്പത്ത് ദ്രൗപദി മുർമു പോലെ ഒരാൾ വരില്ല. സ്ത്രീ വരില്ല, ഒരു ദളിത് വരില്ല, ആദിവാസി വരില്ല. ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു സംഘടന, ഇന്ത്യയിൽ തന്നെ ഒരു 100 വർഷം വരെ പഴക്കമുള്ള, 100 വർഷത്തിലധികം പഴക്കമുള്ള സംഘടന RSSനെതിരെ കഴിഞ്ഞ ദിവസം കർണാടക ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. ഇതിന് രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ളത്, പിന്നെ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ, എങ്ങനെയാണ് ധനസ്രോതസ്, സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്. അത് RSS മേധാവിക്ക് ഡയറക്റ്റ്, മോഹൻ ഭാഗവതിന് ഡയറക്റ്റ് കത്തയച്ചിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു RSSനെ തന്നെ ഞെട്ടിച്ചൊരു ചോദ്യമായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ഇതൊരു വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇത് കർണാടകയിൽ മാത്രം ഒരു കാര്യമായി മാറുമോ, അതോ ഇന്ത്യയിലൊട്ടുക്കും ഇത് വരുന്ന ഒരു സംഭവമല്ലേ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഭരണാധികാരിയും സംസ്ഥാന കേന്ദ്ര ഭരണാധികാരികളും ഉന്നയിക്കാത്ത വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് പ്രിയങ്ക് ഖാർഗെ എന്ന് പറയുന്ന യുവാവായ കർണാടകയിലെ DK മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി. മാത്രമല്ല അദ്ദേഹം AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ മകനുമാണ്. വളരെ ഷാർപ്പായി കാര്യങ്ങൾ കാണുന്ന ഒരാൾ. ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ചില പ്രസ്താവനകൾ വളരെ ഷാർപ്പായി വന്നിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഒരുപാട് മുനകളുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഒരു മുന ഇപ്പോൾ വളരെ പ്രസക്തമായി മറ്റൊരു വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. FCR നിയമ ഭേദഗതി. 2011 FCR നിയമ ഭേദഗതി വീണ്ടും ഭേദഗതി ചെയ്ത് അതിൽ കുറേ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ FCR വാങ്ങണമെങ്കിൽ ആ സംഘടനയ്ക്ക് ഉണ്ടാകേണ്ട നിയന്ത്രണങ്ങൾ എന്തൊക്കെ ചെയ്യണം, അവരുടെ സോഷ്യൽ മീഡിയ എന്താണ്, അതിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന സംഘാടകർ ഏതർത്ഥത്തിലാണ്, അവരുടെ സ്വഭാവം എന്താണ്, അവർ പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ കർശനമായ നിയന്ത്രണം വരുന്നു. അവരുടെ ചെലവിൽ ഇത്ര ശതമാനത്തിൽ കൂടുതൽ, അത് മുമ്പുള്ളതാണ്. ഭരണപരമായ ചെലവ് നടത്താൻ പാടില്ല. ഒരു വിദേശിയാണ് അതിൻ്റെ പ്രധാന ചുമതലയെങ്കിൽ, കാരണം ഇന്ത്യയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ അത്തരത്തിൽ പ്രവർത്തിക്കും. ഉദാഹരണത്തിന് മദർ തെരേസ പോലെയുള്ള ആളുകൾ ലോകത്തെ എല്ലാവർക്കും അറിയപ്പെടുന്ന അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ. പെൺകുട്ടികളൊക്കെ എനിക്ക് മദർ തെരേസ ആവണം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സൗന്ദര്യ മത്സരത്തിനൊക്കെ ആവൊന്നുമില്ല, എന്നാലും പറയും. അപ്പോൾ മദർ തെരേസ പോലെയുള്ള ആളുകൾ, നിരവധി മറ്റ് സ്ഥാപനങ്ങൾ, സ്വാതന്ത്ര്യ സമരകാലത്ത് പോലും അനി ബസന്റിനെ പോലെയുള്ള ആളുകൾ ഇവിടെ വന്ന് അത്തരത്തിൽ ഇന്ത്യയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവര് മതപരിവർത്തനം നടത്തുന്നു എന്നാണ് ഇവരുടെ വാദം. ഈ ആയിരക്കണക്കിന് സംഘടനകളിൽ ഏതെങ്കിലും മതപരിവർത്തനം നടത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുകയും ചെയ്യാം. പക്ഷെ ആ പേരിൽ FCR വരുന്നത് മുഴുവൻ തടയുന്നു. സാംസ്കാരിക പ്രവർത്തനം, മതപ്രവർത്തനം എന്താണെങ്കിലും അതെന്താണ് ചെയ്യുന്നത് എന്ന് പറയണം. അല്ലെങ്കിൽ ഇതിൽ നിയമം തെറ്റിച്ചാൽ അവരുടെ മുഴുവൻ ആസ്തികളും ഏറ്റെടുക്കും. അതാണ് ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം. പിഴയടയ്ക്കുന്ന ഒരു കാര്യം, ഇത്ര ചെലവിൽ കൂടുതൽ ചെയ്താൽ പിഴയടയ്ക്കാന്നൊക്കെ, 1 ലക്ഷം പിഴ അങ്ങനെയൊക്കെ ഉണ്ട്. ആസ്തികൾ ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ അനേക പതിറ്റാണ്ടുകളായി ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയുടെ ആസ്തി മുഴുവൻ കേന്ദ്ര സർക്കാരിനെ ഏറ്റെടുക്കാം. അതുപോലെ വിദേശികൾ അതിൻ്റെ ചുമതലയിലുണ്ടെങ്കിൽ അത് വേണമോ, അവർക്ക് FCR വാങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിഷണറിയാണ്. അത് അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് എങ്ങനെ തീരുമാനിക്കും? അല്ലെങ്കിൽ ആർക്കും വേണ്ടെന്ന് വെച്ചോ, പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം നിയന്ത്രണങ്ങൾ ഇവിടെ വലിയ തോതിൽ മതപരിവർത്തനം നടത്തുന്നു, വർഗീയ സംഘർഷം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ 100 വർഷമായി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വർഗീയ സംഘർഷത്തിന് ശ്രമിച്ചിട്ടുള്ള സംഘടന എന്ന് പറയുന്ന RSS. അവർ പറയുന്നത് ഞങ്ങൾ മതസംഘടനയല്ല, രാഷ്ട്രീയ സംഘടനയല്ല, സാംസ്കാരിക സംഘടനയാണ് എന്ന്. ഇപ്പം എല്ലാവരും അങ്ങനെയാണ് പറയുക.
സാംസ്കാരിക സംഘടനയാണ്. ഇവിടെ ഇതിനു മുമ്പ് വലിയൊരു തർക്കം നടന്നത് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ലോകതലത്തിൽ തന്നെ പല സംഘടനകളും സഹായിക്കാറുണ്ട്. ഇപ്പം അതൊന്നും പറ്റില്ല. പരിസ്ഥിതി ഇവിടെ സംരക്ഷിക്കണമെന്നില്ല. പരിസ്ഥിതി സംരക്ഷണം എന്നൊരു വകുപ്പിൽ നിങ്ങൾക്ക് FCRA വാങ്ങാനേ പറ്റില്ല. അതൊക്കെ ഞാൻ പറഞ്ഞ് പലതരത്തിൽ. ഇവിടെ ഒരു സംഘടന FCRA വാങ്ങണമെങ്കിൽ, അവർ പ്രവർത്തിക്കണമെങ്കിൽ 100,000 കാര്യങ്ങൾ വേണം. രജിസ്ട്രേഷൻ വേണം, അക്കൗണ്ടിങ് വേണം, ഒക്കെ വേണം. എന്നാൽ ഒരു സംഘടന 100 വർഷമായി ഇവിടെ പ്രവർത്തിച്ചിട്ട് അവർക്ക് രജിസ്ട്രേഷൻ എവിടെയാണെന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല. അവരുടെ ബാങ്ക് അക്കൗണ്ട് എവിടെയാണെന്ന് ചോദിക്കാൻ പാടില്ല. അവർക്ക് എവിടുന്ന സംഭാവന കിട്ടണമെന്ന് പറയാൻ പാടില്ല. അവർക്ക് ഓഡിറ്റ് വേണമെന്നുള്ളതില്ല. അവർക്ക് ഇൻകം ടാക്സ് വേണമെന്നുള്ളതില്ല. ഏത് സംഘടനയ്ക്ക് ഇൻകം ടാക്സ് കൊടുക്കണ്ടേ? രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹ്യ സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ്, അതുപോലെ എല്ലാവർക്കും ഓഡിറ്റിംഗ് ഉണ്ട്. ഒരു വരുമാനത്തിന് ഇൻകം ടാക്സ് ഉണ്ട്. ആ വരുമാനം എവിടെ നിന്ന് വരുന്നു എന്നുണ്ട്. വിദേശത്ത് നിന്ന് ഇവർക്ക് വരുമാനം വരുന്നു, ആർക്കറിയാൻ വരുന്നോ ഇല്ല. വേറെ ഏതെങ്കിലും താല്പര്യങ്ങളുണ്ടോ എന്ന് ഇങ്ങനെ അറിയും. അപ്പം തീർച്ചയായിട്ടും പ്രിയങ്ക ഖാർഗെ ചോദിച്ച ചോദ്യം, കർണാടകയിൽ നിങ്ങളിങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്, അയാളുടെ അധികാരപരിധി അത്രേ ഉള്ളൂ. കർണാടക ഈ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് രജിസ്ട്രേഷനുണ്ടോ? ഞങ്ങൾ 100 കൊല്ലമായിട്ട് പ്രവർത്തിക്കുക, അതുകൊണ്ടാണ് ചോദിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ 50 കൊല്ലമായിട്ട് കളവ് നടത്തിക്കൊണ്ടിരിക്കുക, ഒരു ദിവസം എന്നെ പിടിച്ചാൽ അയ്യോ 50 കൊല്ലമായിട്ട് കളവ് നടത്തിയിട്ട് നിങ്ങൾ എന്നെ പിടിക്കരുത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. നിയമലംഘനം ചോദിക്കാൻ ഏത് സർക്കാരിനും അവകാശമുണ്ട്. അത് RSSകാർക്ക് വല്ലാതെ പൊള്ളി. പ്രിയങ്ക ഖാർഗെക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. ഞങ്ങളോട് ചോദിക്കാൻ ആര്? അതെന്താ അങ്ങനെ? ഇവിടെ ബാക്കിയുള്ള സാംസ്കാരിക മത വിശ്വാസ സംഘടനകൾക്കൊക്കെ ഉള്ളതിനപ്പുറത്തേക്ക് എന്തു പ്രാധാന്യമാണ് RSSനുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റല്ലേ? തെറ്റാണല്ലോ അത് അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും, രജിസ്ട്രേഷൻ കൊടുത്താൽ പിന്നെ അടുത്ത കുഴപ്പം എന്താ അറിയും? ആനുവൽ ഓഡിറ്റ് വേണം. ആനുവൽ ഓഡിറ്റ് പോകുമ്പോൾ അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് വരും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് വേണം, KYC വേണം. ഇപ്പം നമ്മൾ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പോയ KYC വേണ്ടേ? ഇവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? നമുക്കറിയില്ല. ഇത്രയും വലിയ പ്രസ്ഥാനം, ഇത്രയും ആളുകൾ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് പൈസ വേണ്ടുണ്ടോ? ഇല്ലേ? അറിയണ്ടേ? ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഏതൊക്കെ ചെയ്യുന്നു? ഇവരുടെ ഫേസ്ബുക്ക്, ഇവരുടെ മറ്റ് സോഷ്യൽ മീഡിയ, മറ്റേ ആക്ടിവിസം, ഇതൊക്കെ ജനങ്ങൾ അറിയണ്ടേ? മറ്റ് ഈ ഏതെങ്കിലും ഒരു സിസ്റ്റർ നടത്തുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാമൂഹിക സംഘടന നടത്തുന്നതാണെങ്കിൽ അതൊക്കെ നാട്ടുകാരെ അറിയണം. സാംസ്കാരിക സംഘടന നടത്തുന്നു അറിയണം. ഇവർ നടത്തുന്നത് മാത്രം അറിയണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് എന്താണെന്നാണ് പ്രിയങ്ക ഖാർഗെ ചോദിച്ചത്. ഒരു ഭരണാധികാരി, ഒരു ആഭ്യന്തരമന്ത്രിക്ക് അത് ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ. എൻ്റെ നാട്ടിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ എന്താവശ്യത്തിന് പ്രവർത്തിക്കുന്നു? ഒരു തീവ്രവാദ സംഘടനയാണോ, ഭീകരവാദ സംഘടനയാണോ, അവർക്ക് അന്യരാജ്യത്തിന് ഫണ്ട് വരുന്നുണ്ടോ, ആരാണ് ഇതിൻ്റെ അധികാരികൾ, എന്താണ് ഇവരുടെ പ്രചരണ പരിപാടി, ഇതൊക്കെ അറിയാൻ ഒരു ആഭ്യന്തരമന്ത്രിക്ക് അവകാശമില്ലേ ഒരു സംസ്ഥാനത്ത്? അത് വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കി. അതിന് പറഞ്ഞ മറുപടിയാണ് ഏറ്റവും ഞെട്ടിക്കുന്നൊരു മറുപടി. ഇവിടുത്തെ ദളിത് ആദിവാസി നേതാക്കളൊക്കെ കേൾക്കേണ്ടതാണ്. ഒരു പട്ടികജാതിക്കാരൻ എന്താ RSSൽ കാര്യം? ഇവിടെ നായാടി മുതൽ നമ്പൂതിരി വരെ കൂട്ടിച്ചേർത്ത് സംഘപരിവാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പട്ടികജാതിക്കാരനായാലും എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പിന്നെ ആർക്കായാലും കാര്യം? ചിത്പവൻ ബ്രാഹ്മൺ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഏറ്റവും ഉന്നതരായ ബ്രാഹ്മണർ മാത്രമാണ് ഇതുവരെ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ദ്രൗപദി മുർമുവിനെ നിങ്ങൾക്ക് രാഷ്ട്രപതിയാക്കാം, പക്ഷേ RSSന്റെ തലപ്പത്ത് ദ്രൗപദി മുർമു പോലെ ഒരാൾ വരില്ല. സ്ത്രീ വരില്ല, ഒരു ദളിത് വരില്ല, ആദിവാസി വരില്ല, ഈവൻ വൈശ്യനും ശൂദ്രനും ക്ഷത്രിയനും പോലും വരില്ല. ഒറ്റ വിഭാഗത്തിലെ ചിത്ഭവൻ ബ്രാഹ്മിൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലെ ആളുകൾ മാത്രം വരുന്ന ഒരു സംഘടന 100 കൊല്ലമായി. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ സംഘടനയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെയില്ലേ? ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ മാത്രം വന്നാൽ അന്ന് രാത്രി അത് അറിഞ്ഞ അന്ന് മുതൽ ഇവിടെ അന്വേഷണം നടക്കില്ലേ? അവരുടെ ഫണ്ട് എവിടെ നിന്ന് വരുന്നു, എവിടെ വരുന്നു, അവർ വരുന്നു, ഇവർ വരുന്നു. അതേ അന്വേഷണം RSSന്റെ പേരിലും വേണ്ടേ? അവർക്ക് എന്തെങ്കിലും അക്കൗണ്ടബിലിറ്റി വേണ്ടേ? സർക്കാർ അറിയണ്ടേ ഇവരെന്താ ചെയ്യണേന്ന്? അതിനാണല്ലോ നമ്മൾ രജിസ്റ്റർ ചെയ്യണേ. രജിസ്റ്റർ ചെയ്യണം എന്തിനാ? അതിൻ്റെ ഉത്തരവാദിത്തം എടുക്കണം, രജിസ്റ്റർ ചെയ്യുക. ഞാൻ ഇന്ന പേരിൽ ഇന്ന ആവശ്യത്തിന്. നമ്മൾ രജിസ്ട്രേഷന് കൊണ്ടുചെല്ലുമ്പോൾ കുറേ കാര്യങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ പ്രവർത്തന മേഖല, എന്താണ് നിങ്ങളുടെ പരിപാടികൾ, നിങ്ങൾ ഈ ഫണ്ട് എവിടെ നിന്ന് കിട്ടുന്നു, ഫണ്ടിന് എന്താണ് ഓഡിറ്റിങ്, എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യണ്ടേ? ഇതുവരെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ആർക്കും സബ്മിറ്റ് ചെയ്തിട്ടില്ല. അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് പ്രിയങ്ക ഖാർഗെ ഉന്നയിച്ച ഈ ചോദ്യം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും ഉയരാവുന്നതാണ് ഇവർക്കെതിരെ. ഇപ്പം കേരളത്തിലും അത് ചെയ്യണമെന്ന് ഞാൻ പറയും. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയും ചോദിക്കണം, കേരളത്തിലെ ആഭ്യന്തര വകുപ്പും ചോദിക്കണം RSSന്റെ രജിസ്ട്രേഷൻ എന്താണ്. ഇതിലിപ്പം കേരളത്തെ ഇതൊരു രാഷ്ട്രീയ തലത്തിൽ തന്നെ ഒരു വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് എത്തുമെന്നുള്ളതാണ് അടുത്തിട്ട്. രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് എത്തും. എന്തായാലും ഖാർഗെ എത്തിക്കും, പ്രിയങ്ക ഖാർഗെ അത് എത്തിക്കും. ആ ലക്ഷ്യത്തോടു കൂടിയാണല്ലോ അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. RSSന് മാത്രമായി എന്ത് ഇമ്മ്യൂണിറ്റിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്? സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം പിന്നെ ഇങ്ങനെ തരികിടയിൽ നിന്നു. ഇപ്പോൾ പള്ളി പൊളിക്കലും അമ്പലം പണിയിലും അതുപോലെയുള്ള കലാപരിപാടികളായിട്ട് മുമ്പോട്ട് പോയി. ആളുകൾ മാത്രമല്ല, RSS ഒരു സംഘടനയല്ല, അവർക്ക് നിരവധി സംഘപരിവാർ എന്ന് പറയുന്ന പരിവാർ സംഘടനകളുണ്ട്. RSSുമായി ബന്ധപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, ഹനുമാൻ സേനയുണ്ട്, ബജരംഗ് ദളുണ്ട്, BJP എന്ന രാഷ്ട്രീയ കക്ഷിയുണ്ട്. രാഷ്ട്രീയ കക്ഷിക്ക് ഇതെല്ലാം കൊടുക്കണം, RSSന് മാത്രം കൊടുക്കണ്ട. അപ്പം ഇത് വലിയ തോതിലുള്ള രാഷ്ട്രീയമാവും. പ്രത്യേകിച്ചും ദളിത് ആദിവാസികൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ പറ്റി നിങ്ങൾ ചോദിക്കണം. എന്തിനാണ് പ്രിയങ്ക ഖാർഗെ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ദളിതനാണ്, ദളിത് വിഭാഗത്തിൽ, പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അദ്ദേഹം ചോദിച്ചതാണ് അവർക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. ഇതിനെക്കുറിച്ച് ബ്രാഹ്മണനാണ് ചോദിച്ചെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ഏതായാലും RSSന്റെ മുഖം കൂടുതൽ കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മറുപടി പറഞ്ഞു വരുമ്പോഴേക്കും അവർ വല്ലാതെ കുഴങ്ങുമെന്നാണ് ഞാൻ കാണുന്നത്.